അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി കുറ്റിച്ചിറ ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മുടെ ബ്രദറിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കുറച്ച് സവാളയും അതുപോലെ കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി ഇത്രയും സവാളയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില, കറിവേപ്പില. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുക്കുക. ഇത് നമ്മുടെ സ്പെഷ്യൽ കുറ്റിച്ചിറ ബിരിയാണി മസാലയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള കല്ലുപ്പ് എന്നിവ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ 2 കിലോ ലഗോൺ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിലിലോട്ട് തന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സവാള ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിന്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. സവാള, പിന്നെ നമ്മൾ നല്ല ചുവപ്പുള്ള തക്കാളി ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ പച്ചപ്പുള്ള പച്ച ഇലകളാണ് ഇട്ടത്. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക. നമ്മൾ കുറച്ച് മസാല പൗഡർ വളരെ കുറച്ച് ഇടാൻ പോവാണ്. നല്ല ചിക്കന്, ലഗോൺ ചിക്കന്, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. അങ്ങനെ ഒരു പാക്കറ്റ് തൈരും. ഇനി നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കാൻ പോവാം. ഇനി നമ്മൾ ഈ മസാല ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പോവാം. നല്ലോണം തേച്ച് പിടിപ്പിക്കണം മസാല, നല്ല മിക്സ് ആക്കണം. ഇനി നമ്മൾ നേരത്തെ സവാളയും കാഷ്യൂ നട്ട്സും ഒക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന ഓയിൽ ഈ മസാലയിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുഴച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരു മാക്സിമം എത്ര ടൈം വെക്കേണ്ടി വരും? ഇത് നമ്മൾ മിനിമം 1 മണിക്കൂറാണ് വെക്കേണ്ടത്. മാക്സിമം എത്ര ടൈം വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അതിൻ്റെ ടേസ്റ്റ് കൂടാൻ ഏറ്റവും നല്ലത് ഒരു 2-3 മണിക്കൂർ എന്തായാലും വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുറ്റിച്ചിറ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാത്രം കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെക്കുക. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കല്ലുപ്പ്, പട്ട, കറിവേപ്പില എന്നിവ ചേർത്ത് നമ്മുടെ വെള്ളം ഒന്നുകൂടെ നല്ലോണം തിളപ്പിച്ചെടുക്കുക. പിന്നെ വെള്ളം തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ 1 ഗ്ലാസ് ഓയിൽ കേട്ടോ, 250 ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിൻ്റെ നേർ പകുതി തന്നെ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക, ഡാൽഡ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചോറ് കറക്റ്റ് നമ്മൾ എന്താ പറയുക കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ചോറില്ലേ അതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ അരി ചേർത്ത് കൊടുക്കുക. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കാണ്ടിരിക്കരുത് കേട്ടോ. ഇളക്കാണ്ടിരുന്നാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം കുറച്ചെടുത്തോണ്ട് തന്നെ എന്താ പറയുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതാ ഒരു 50% വേവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മസാലയുടെ മുകളിലേക്ക് ചോറും കൂടെ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ 2 ലൈനായിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറിട്ടിട്ട് ഫസ്റ്റത്തെ ലൈന് ചോറിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. പിന്നെ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ അതും ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 ലൈനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ദം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ലഗോൺ ചിക്കൻ ആണ്, വേവിൻ്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാം കേട്ടോ.
അങ്ങനെ ആവി ഒട്ടും പുറത്ത് പോകാത്ത വിധം നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഓക്കെ, ബിരിയാണിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ദമ്മാണ്. ഈ ദം ഇട്ട ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ദമ്മ് പൊളിക്കാൻ വേണ്ടി. നമ്മൾ 45 മിനിറ്റ് വെച്ച് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലതായിരിക്കും. അപ്പോഴേ ബിരിയാണി ഒന്ന് സെറ്റ് ആവുള്ളൂ. മിനിമം അരമണിക്കൂർ വെച്ചാലേ നമുക്ക് കുറ്റിച്ചിറ ദം ബിരിയാണിന്റെ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. 45 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ ആ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂ നട്ട്സ് കുറച്ച് കരിഞ്ഞു പോയിട്ടോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഫ്രൈ ചെയ്യുന്ന ടൈമിൽ. ഇനി ഇതാ കുറച്ച് നമ്മൾ റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കല്യാണ വീട്ടിലെ അതേ ഒരു റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളിത് മസാലയാക്കി വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാലയും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള കുറ്റിച്ചിറ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ലഗോൺ ആണെന്ന് കരുതി വേവാണ്ടിരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ അവൻ പറഞ്ഞു ഇത്ത ഞാൻ വെച്ചോളാം, നീ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്തോന്ന്. പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള കുറച്ച് ബിഹൈൻഡ് സീനൊക്കെ ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാം. നമ്മൾ കുറച്ച് മുന്തിരി ഇടാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ പൊരിച്ച ഓയിലാണ്. ഇത് നമുക്ക് ഈ മസാലന്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാ, ഇടക്കുക. അപ്പോൾ ഈ ബിരിയാണിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദമ്മാണ്. അപ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് 45